ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയ യാത്രയപ്പ് വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പയും ആരാരിയും പ്രിയങ്കയൊക്കെ ഇവിടുന്ന് പോവാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അന്നത്തെ ദിവസം എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് രാവിലെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് എടുത്തിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അവർ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാട്ടിൽ നിന്ന് വന്ന വണ്ടിയിൽ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ല എടപ്പള്ളിയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ മെട്രോയിൽ കയറുന്നതൊന്നും ആദ്യമല്ല. പക്ഷേ ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരെ ഇവിടുന്ന് പോവുകയാണ്. അതുപോലെ തന്നെ കുറേ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇതും എനിക്കൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ട്. അവർക്കും ഇതൊരു മെമ്മറി തന്നെയാണ്. എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ സമയം ആരാരിയായിട്ടൊക്കെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി. ഈ കാണുന്നതാണ് അപ്പേക്ക് താമസിച്ചിരുന്ന വീട്. ഞാനവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. ഇവിടെ കുറേ നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. ലാസ്റ്റ് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും അവർ ഇറങ്ങാൻ തുടങ്ങി, ബ്ലോക്കൊക്കെ ആവുന്നതിന് മുന്നേ. അപ്പോൾ എല്ലാവരോടും ബൈ പറയായിരുന്നു. അപ്പേക്ക് നല്ല വിഷമമാണ് ആൾക്ക് ഇവിടുന്ന് പോകണേന്. മുഖം കാണുമ്പോൾ അറിയാം. വിഷമം മാറ്റാനായിട്ട് ആളിടയ്ക്ക് ഇങ്ങനെ പറയും, പോയല്ലേ പറ്റുമോ, എന്ത് ചെയ്യാനാന്നൊക്കെ. അങ്ങനെ അവരെ യാത്ര ചെയ്തതിന് ശേഷം ഞാൻ നേരെ കടവന്ത്രയിലേക്ക് വന്നു. അപ്പോൾ ശ്രീകുട്ടി ജോലിയും കഴിഞ്ഞ് വന്നേക്കുമായിരുന്നു. ഒരു ചായ കുടിക്കാനെന്നും പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. ലാസ്റ്റ് അത് എത്തി നിന്നത് മന്തിയിലേക്കാണ്. ഞങ്ങളുടെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷൻ ആണിത്. ഫേമസ് കഫേ എന്ന് പറയും. ചായ ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഒരു ക്വാർട്ടർ മന്തി മാത്രമേ ഞങ്ങൾ വാങ്ങിയുള്ളൂ. പക്ഷെ അത് രണ്ടുപേർക്ക് കഴിക്കാൻ തന്നെ ധാരാളമാണ്. ഞങ്ങൾ രണ്ടുപേരും സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം എങ്ങനെയാണ്. പിന്നെ ഒരു ലൈം ടീ വാങ്ങി, ചായ കുടിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ലൈം ടീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നേരം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയിൽ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം ശ്രീകുട്ടിക്ക് ഹോസ്റ്റൽ അടയ്ക്കുന്നതിന് മുന്നേ കടയിൽ പോകേണ്ടതുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പം നമ്മൾ നേരെ ഞങ്ങളുടെ സ്ഥിരം സ്റ്റോറിലേക്ക് പോയി, വിസ്ഡം സ്റ്റോർ എന്ന് പറയും. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.